ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സമയം 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കിടയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളിൽ എബ്രോഡ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ഒന്നും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി എവിടെയാണോ ആ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ റിയൂണിയനൊക്കെ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും. കാരണം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കും, പെട്ടെന്ന് ലഭിക്കും കേട്ടോ. അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ ലഭിക്കും കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ലഭിക്കും. അല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് പെട്ടെന്ന് തന്നെ വരും. കുറച്ച് ദൂരമൊക്കെയുള്ള വ്യക്തിയാണെങ്കിൽ അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം. പക്ഷേ ഇവിടെ നിങ്ങളില്ലാത്തത് ആ വ്യക്തിയെ സംബന്ധിച്ച് മുന്നോട്ട് ആ വ്യക്തിക്ക് അത്രത്തോളം കഷ്ടപ്പാടാണ്. അവരുടെ കരിയറിലൊക്കെ അവർ കുറച്ച് ബുദ്ധിമുട്ടാണ് സഹിക്കുന്നതെന്നാണ് കാണുന്നത്. അവരുടെ ജീവിത പ്രശ്നം അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാനസികാവസ്ഥ നേരിടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ. കാരണം ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. കാരണം അത്രത്തോളം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങൾ ഒരുമിക്കണം, എന്നും ഒരുമിച്ചുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. അവരുടെ യഥാർത്ഥ പാർട്ട്ണർ, അവരെ മനസ്സിൽ വിചാരിച്ച പാർട്ട്ണർ അത് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവരങ്ങനെയാണ് വിചാരിക്കുന്നത്. അവരുടെ ഉള്ളിൽ അവർക്കൊരു ഇതുണ്ടാവുമല്ലോ, എൻ്റെ പാർട്ട്ണർ ഇന്ന പോലെ ആയിരിക്കണം. അത് അവർ അങ്ങനെ കാണുന്നത് നിങ്ങളെയാണ്. നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്നാണ് നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നതും. അങ്ങനെയാണ് ഇപ്പോൾ അവർ നിങ്ങളെ കാണുന്നതും അങ്ങനെ തന്നെയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഇതിലൊരു മാറ്റം വേണം, അല്ലെങ്കിൽ ഇതൊരു സക്സസ്സിലേക്ക് വരണം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയായി എല്ലാം ഒന്ന് ഓക്കെ ആയി വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം. ഇവിടെ ഫാമിലി പ്രശ്നം കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയം ഫാമിലി പറയുന്നത് കേൾക്കാനല്ലാതെ വേറെ ഒന്നും സാധിക്കുന്നില്ല. ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളാണ്. പക്ഷെ ഫാമിലി എതിർപ്പുണ്ട്, ഫാമിലിയുടെ കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി സപ്പോർട്ടില്ല അവർക്ക്. ശരിക്കും ആ സപ്പോർട്ടിനാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ട്, ഉറച്ചൊരു വിശ്വാസമുണ്ട് എല്ലാ കാര്യം ശരിയായി വരും. ഇതൊരു കാരണം എന്നാലും അവർക്ക് ആക്ഷൻ എടുക്കണമെന്നുണ്ട്. പക്ഷെ പിന്നോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ബുദ്ധിമുട്ടുമുണ്ട്, തടസ്സങ്ങളുണ്ട്. ചില സാഹചര്യത്തിൽ ഫാമിലി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അവരുടെ കുറച്ച് പേർക്കൊക്കെ കരിയർ പ്രശ്നമുണ്ട്, ഫിനാൻസ് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ കടബാധ്യതകളുണ്ട്. ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന അവരുടെ ഫിനാൻസ് കരിയറൊക്കെ ആണ് എന്നാണ്. കരിയറിലൊക്കെ കുറച്ച് ജോലി നഷ്ടപ്പെട്ടൊരു അവസ്ഥ കാണിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഫിനാൻസിൻ്റെ കാര്യത്തിൽ കുറേ നഷ്ടം വന്ന പോലെ, അവരുടെ ബിസിനസ് തകർന്ന പോലെ അവർക്ക് കുറേ നഷ്ടം വന്നിട്ട് അവർ മാറി നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ജനറലാണ്, കുറേ പേരുടെ എനർജീസ് കടന്നു വരുന്നുണ്ട്. അവരിപ്പോൾ സ്റ്റക്കാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ നാളെ ആവട്ടെ, അല്ലെങ്കിൽ എല്ലാം ഒരു നീട്ടി വെക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ നാളത്തേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് ആൾക്കൊരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അത് ആക്ഷനിലേക്ക് വരുന്നില്ല. അപ്പോഴും ആളവിടെ നാളെ നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്.
പക്ഷേ ഈ വ്യക്തിക്ക് മനസ്സുകൊണ്ട് ആൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തൊരു ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സെലിബ്രേഷനൊക്കെ വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചെറുപ്പം തൊട്ടേ അറിയാവുന്നൊരു വ്യക്തി ആകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കാണുന്ന സമയത്തും ഈ വ്യക്തിക്ക് നിങ്ങളെ കാണുന്ന സമയത്തും ഒരു എന്താ പറയുക, മുൻപേ അറിയാവുന്നൊരു വ്യക്തിയുടെ ഫീല് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ആ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കായാലും നിങ്ങളുടെ വ്യക്തിക്കായാലും അത് നിങ്ങൾക്കായാലും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു വ്യക്തിയോടായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. വേറൊരാൾ നിങ്ങൾക്ക് പകരം വെക്കാൻ പറ്റുന്നുണ്ടാവില്ല ഈ ഒരു സമയത്ത്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എത്രയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള ഒരു നിമിഷത്തിലും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയോടല്ലാതെ നിങ്ങൾക്ക് മറ്റൊരാളോടും ഇതേ ഒരു ഫീല് തോന്നിയിട്ടുണ്ടാവില്ല. ആ ഒരു സോൾ കണക്ഷൻ നിങ്ങളുടെ വ്യക്തിയെടുത്തായിരിക്കാം തോന്നിയത്. തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് രണ്ട് ഭാഗം നോക്കേണ്ട ഒരവസ്ഥ. അല്ലെങ്കിൽ അവർക്ക് ഫാമിലി ഉണ്ട്, പക്ഷെ അവർക്ക് നിങ്ങളെയും വിട്ട് കളയാൻ പറ്റുന്നില്ല. പക്ഷെ ഫാമിലി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഒരു കണ്ണ് കിട്ടിയൊരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. പക്ഷേ ഈ ഫാമിലി എന്ന് പറയുന്നത് കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട് അവരെ. നല്ല രീതിയിൽ അവർ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഇത്രയും ഈ ഒരു അവസ്ഥ വരാൻ കാരണം അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. അത് ഒന്നെങ്കിൽ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ അവരുടെ ഹസ്ബൻഡായിരിക്കാം, വൈഫായിരിക്കാം, ചില സാഹചര്യത്തിൽ മാതാപിതാക്കളായിരിക്കാം, ചില സാഹചര്യത്തിൽ സഹോദരങ്ങളായിരിക്കാം, സഹോദരിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആകാനുള്ള ഒരു 10% പേർക്ക് മറ്റൊരു തേർഡ് പാർട്ടി ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം അവർക്ക് ഇനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ ഒറ്റപ്പെട്ടു പോയൊരു ഫീല് ഈ വ്യക്തിക്കുണ്ട്. കാരണം നിങ്ങളുള്ളപ്പോഴാണ് ആ വ്യക്തി സന്തോഷിച്ചതും. കാരണം നിങ്ങൾ കൂടെയുള്ളപ്പോഴുള്ള ആ ഒരു ഫീലല്ല ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്നതാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ടൊരു ഫീല് ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥ. പക്ഷേ തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം വരണമെന്ന് നിങ്ങളുടെ വ്യക്തി, സ്റ്റാർ കാർഡാണ്, നിങ്ങളെ അത്രത്തോളം പാഷൻ നിങ്ങളടുത്തുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിലൊരു റീബർത്ത് വേണം, ഇതിലൊരു പുതിയൊരു തുടക്കം വേണം, ന്യൂ ബിഗിനിങ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർക്ക് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ സ്റ്റെബിലിറ്റി വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റെബിലിറ്റി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് തേർഡ് പാർട്ടി കുറച്ച് ശതമാനം മാത്രമാണ് കേട്ടോ. മറ്റൊരു കണക്ഷൻ ഈ വ്യക്തിക്ക് ഉള്ളത് ചില സാഹചര്യത്തിൽ അവരുടെ എക്സ് ആയിരിക്കാം, നിങ്ങളെക്കാൾ മുൻപേ ഉള്ള ഒരു കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അത് നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം ഈ വ്യക്തി ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന്. അത് അങ്ങനെയാണ് കാർഡ്സ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എടുത്ത് പറയാൻ കാരണം. അതിൽ പരമാവധി കാണിക്കുന്നതെല്ലാം കൂടുതൽ പേർക്കും ഇതൊരു ഫാമിലി ആയിട്ടാണ്, അതായത് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഫാമിലി ആയിട്ടാണ് കാണുന്നത് കൂടുതൽ പേർക്കും. അതിൽ കുറച്ച് ശതമാനം പേർക്കാണ് മറ്റൊരു കണക്ഷൻ, അത് എക്സ് ആകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കണക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ ആഗ്രഹം എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ മനസ്സുകൊണ്ട് അവരുടെ പാർട്ട്ണറായിട്ട് അവർ നിങ്ങളെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു സ്റ്റെബിലിറ്റി വേണമെന്ന്, നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവരതിനു വേണ്ടി നീക്കങ്ങൾ നടത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ
നിങ്ങൾക്ക് വേണ്ടി അവരുടെ കരിയറിലൊക്കെ അവർ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ശരിയായി കിട്ടി. കാരണം ഇവിടെ കുറച്ച് പേർക്കൊക്കെ ഫിനാൻസിൻ്റെ എല്ലാം ബുദ്ധിമുട്ട്, അല്ലെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഫിനാൻസ് കരിയറൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഓക്കെ ആയി വരും എന്നാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കും. അതായത് എല്ലാം അതിജീവിച്ച് ഈ വ്യക്തി ശരിയായി വരും. കാരണം നിങ്ങൾക്ക് വേണ്ടി വ്യക്തിയെല്ലാം ശരിയാക്കി എടുക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അവരുടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനൊക്കെ തരണം ചെയ്ത് മുന്നിലേക്ക് വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. മുമ്പോട്ട് വരും അവർ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ലവ് കോളാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ കിട്ടിയത് എന്താ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ്, അതേ കാർഡ്സാണ്. കാരണം അവർക്ക് നിങ്ങളടുത്ത് ഒരുപാട് സംസാരിക്കണം ഈ ഒരു സമയത്ത്. എത്രയും പെട്ടെന്ന് അവർ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് നടക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് ഇത് തന്നെയാണ്, ഒരുപാട് സംസാരിക്കണം. അത്രക്കും അവർ നിങ്ങളുടെ അടുത്ത് എത്ര സംസാരിച്ചിട്ടും അവർക്ക് എന്താ പറയുക, കൊതി തീരുന്നില്ല. ഒരുപാട് മണിക്കൂർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര മണിക്കൂർ സംസാരിച്ചാലും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല. അത്രത്തോളം ഇതാണ് എനർജി കിട്ടുന്നതെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളോട് എത്ര സംസാരിച്ചാലും അവർക്ക് കൊതി തീരുന്നില്ല. പിന്നെയും സംസാരിക്കണം എന്നുള്ള ചിന്തയാണ്. എത്ര സംസാരിച്ചാലും ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്ക് നല്ലൊരു എനർജി ഫീൽ കിട്ടുന്നത്, പിന്നെ ഒരുപാട് പോസിറ്റീവ് ആകാൻ പറ്റുന്നത്. ഇനിയിപ്പം നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പിണക്കമുണ്ടെങ്കിലും എന്തൊക്കെ ആ ഒരു എന്നാലും ശരി, നിങ്ങളുടെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കണം നിങ്ങളുടെ വ്യക്തിക്ക്. അതാണ് പറയുന്നത് അവർ. ഇവിടെ പറയുന്ന അഡീഷനാണ്. നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് അഡീഷനാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അഡിക്ഷനാണ്. നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളുടെ വ്യക്തി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അതുകൊണ്ട് അവരുടെ കാര്യത്തിലൊക്കെ അവരിപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും അതൊക്കെ ശരിയാക്കി നിങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിലിപ്പോൾ കുറേ സോൾമേറ്റ് എനർജിയാണ്. ഒരു സോൾമേറ്റ്, അതായത് ഇപ്പോൾ കുറേ കർമ്മ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കർമ്മ റിലേറ്റഡായ പ്രശ്നത്തിലൂടെ രണ്ടുപേരും പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില സാഹചര്യം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. നിങ്ങൾ കുറേ അനുഭവിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഈ വ്യക്തിയുടെ ഈ ഒരു അവസ്ഥ നിങ്ങളും കുറേ അനുഭവിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഈ ഒരു കർമ്മ റിലേറ്റഡായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഒരു മേഖലയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ വിധിയാണ്, ഇങ്ങനെയൊക്കെ വരണം എന്നുള്ളത് വിധിയാണ്. അതാണ് നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ പോലും ഇത് യൂണിവേഴ്സ് അങ്ങനെ ആക്കിയതാണ്. കാരണം ഇതിലൊക്കെ പോകേണ്ടതുണ്ട്. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഒരു സെപ്പറേഷൻ വരേണ്ടതുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങളുടെ കർമ്മ ക്ലിയർ ആവുകയുള്ളൂ. നിങ്ങൾ തമ്മിൽ ആ ഒന്നിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എല്ലാ വേദനയും അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ലൈഫ് ഉണ്ടാകൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സെപ്പറേഷനാണ്. ഈ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ, നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയുള്ള സെപ്പറേഷൻ ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാൻ കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. മലപ്പുറം ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം. ഗൾഫ് രാജ്യം. പൂയം നക്ഷത്രം. മൂലം. ലെറ്റർ സെഡ് ആണ്. ഓഗസ്റ്റ്. ലെറ്റർ വൈ. ചിത്തിര. ചോതി. അശ്വതി. പർപ്പിൾ കളർ. ഭരണി നക്ഷത്രം. ലെറ്റർ വി ആണ്. മാർച്ച് മാസം. രോഹിണി.
മകം ഫെബ്രുവരി എം, ലെറ്റർ എക്സ്, ലെറ്റർ 5 ആണ്, 29, 33, 42. നമുക്ക് ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്